ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയാലോ? വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ചൊക്കെ തീർന്നതുകൊണ്ടും ഒരു ഷോപ്പിംഗ് ആയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആ മിററിൽ കണ്ട ഫോൺ കേസ് ശ്രദ്ധിച്ചോ? അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്. 4 ദിറംസേ ഉള്ളൂ, പക്ഷേ നല്ല മെറ്റീരിയലാണ്. ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു 3-3:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാൾക്കും ഓഫാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് അല്ലറ ചില്ലറ ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കണം. എന്തെങ്കിലും ഒരു സാധനത്തിനായിരിക്കും വാങ്ങിക്കാൻ പോകുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ഓരോന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമില്ലെങ്കിലും എനിക്ക് അതൊക്കെ എന്തെങ്കിലും ഒന്ന് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ട ഐറ്റംസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും. പിന്നെ ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബാഗിൻ്റെ സെഷനിൽ പോയി. പിന്നെ ഈ ചെറിയ കുട്ടികളെ സാധനങ്ങളൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കി കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബില്ലിംഗ് സെഷനിലേക്ക് പോകാം. പെട്ടെന്നാണ് ഒരു കാര്യം മറന്നത്. ഈ ഒരു സംഭവം എടുക്കാൻ വിട്ടുപോയി. ഇത് ക്രീപ്പി പേപ്പേഴ്സാണ്. അപ്പം അതുകൂടി എടുത്തു. ഇനി നമുക്ക് അവിടെ നിന്ന് വിടാം. അവസാനം ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറും കൂടി കുടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈവനിങ് ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ബോക്സസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാ ബോക്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് മോഡലായിട്ട് വരുന്ന ബോക്സസ് ആണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത് പല സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അവരുടെ മെറ്റീരിയൽസൊക്കെ ഏതിലാണ് സ്യൂട്ട് ആവുക അങ്ങനെയാണ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യൽ. ഈ പ്ലെയിൻ ബോക്സൊക്കെ ഞാനൊന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കും എൻ്റെ കയ്യിൽ ക്രിക്കറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പം എല്ലാം ഇതാണ് ഈ ഒരാഴ്ചയിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ബോക്സസ് വരുന്നത്. അപ്പം എല്ലാം ഞാൻ അടുക്കി വെക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ട് നമുക്കിനി അടുത്ത ഐറ്റംസൊക്കെ കാണിക്കാം. ഈ ഒരു ബോക്സസൊക്കെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 വീക്ക് ആകുമ്പോഴേക്കും ഇത് തീരും കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി അടുത്തത് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. റെഡും വൈറ്റും തന്നെയാണ് മെയിൻ. റെഡും വൈറ്റിൻ്റെ 2 ഫ്ലവർ ബഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നട്ട്സ് ജാർ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് വലിയ നട്ട്സ് ജാറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് ബാഗ്സ് ആണ്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഓർഡേഴ്സ് പോകുന്നത് ഗിഫ്റ്റ് ബാഗിനാണ് കേട്ടോ. പിന്നെ ഒരു ബോക്സ് കൂടിയുണ്ട്. ഇത് പല സൈസിലുള്ള പല കളറിലുള്ള ഗിഫ്റ്റ് ബാഗാണ്. ചില ആൾക്കാർക്കൊക്കെ ബോക്സ് വേണ്ട, ബാഗിൽ മതി എന്ന് പറയും, കുറച്ച് അഫോർഡബിൾ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബാഗ്സ് അധികം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗിഫ്റ്റ് റാപ്പിംഗ് ഷീറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ബോക്സൊക്കെ പാക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് റാപ്പിംഗ് ഷീറ്റ് വേണ്ടത്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ട്. 2 വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു 3 ഉണ്ട്. പിന്നെ കുറച്ച് കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് മിനിറ്റ് ഓർഡറൊക്കെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ കാർഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാർഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ വിഷസ് എഴുതിയിട്ട് കൊടുക്കാമല്ലോ. ഈ സിമ്പിൾ കാർഡൊക്കെ ഞാൻ കോംപ്ലിമെൻ്ററി ആയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇതിന് പ്രൈസൊന്നും ആഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ബോക്സിൽ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതും കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട്. ഓരോരാളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഡയറി മിൽക്ക് ആയിരിക്കും, ചില ആൾക്കാർക്ക് കിറ്റ് കാറ്റ്, പിന്നെ ഫെറോറോ റോഷർ, അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ കുറച്ചധികം ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഫ്രിഡ്ജിലോട്ടേക്ക് പോകും. ഫ്രിഡ്ജിൽ ഒരു സെഷൻ തന്നെയുണ്ട് എൻ്റെ ചോക്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ കീപ്പ് ചെയ്യും. എന്നിട്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ചോക്ലേറ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.